കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണത്തിൽ കടുത്ത പ്രതിസന്ധിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കോടികളുടെ കുടിശ്ശിക വന്നതോടെ വിതരണക്കാർ മരുന്ന് നൽകുന്നത് നിർത്തിവെച്ചു. സർക്കാർ ഫണ്ട് ലഭിച്ചാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂവെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ. ജീവൻ രക്ഷാ മരുന്നുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണം പൂർണ്ണമായി മുടങ്ങും. 8 മാസത്തെ കുടിശ്ശികയായി 75 കോടി രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത്. കുടിശ്ശിക തീർക്കാതെ മരുന്ന് നൽകില്ലെന്ന കടുത്ത നിലപാടിലാണ് വിതരണക്കാർ. കുടിശ്ശിക ഞങ്ങൾ മുഴുവൻ ചോദിച്ചിട്ടില്ല. ഡിസംബർ 30 വരെയുള്ളത്. ഡിസംബർ മാസം 30 വരെയുള്ള കുടിശ്ശിക കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ സപ്ലൈ പുനരാരംഭിക്കുന്നതാണ്. ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ. സാധനം വാങ്ങാൻ പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. കമ്പനികൾ നമുക്ക് കൊടുക്കാനുള്ള പേയ്മെന്റ് മുഴുവനും പെൻഡിംഗ് ആയി നിൽക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ HDS ഫാർമസിയിൽ അവശേഷിക്കുന്നത് 2 ദിവസത്തെ വിതരണത്തിലുള്ള മരുന്നുകൾ മാത്രം. 4 മാസത്തെ കുടിശ്ശികയെങ്കിലും നൽകി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ രോഗികൾ മരുന്ന് കിട്ടാതെ വലയും. രോഗികൾക്ക് ദുരിതമല്ലേ, ആശ്രയിച്ച് വരുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവർ മരുന്ന് കൊടുത്തില്ലെങ്കിൽ രോഗികളെ പിന്നെ കൊണ്ട് പോകും. ദൈവത്തിൻ്റെ നാടായിരിക്കുന്ന കേരളത്തിലേക്ക് വേദനയില്ലെങ്കിൽ ആരോഗ്യവകുപ്പ് കൈകാര്യണ്ടേ, പാവപ്പെട്ടവർക്കും ജീവിക്കണ്ടേ. വിഷയം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഫണ്ട് ലഭ്യമാകണമെന്നാണ് വിശദീകരണം. ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രശ്നമാണ്. ഇവിടുത്തെ പ്രശ്നം മാത്രമല്ല. ഇതൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ചു എഴുതേണ്ട സാധനമേ അല്ല. ഒക്കെ മുകളിലാണ് കാര്യം. നമുക്ക് പൈസ അങ്ങോട്ട് കിട്ടി നമുക്ക് കൊടുക്കാത്തേ ഉള്ളൂ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നിവയിലൂടെ 175 കോടി രൂപ സംസ്ഥാന സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നൽകാനുണ്ട്. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. പ്രശ്നപരിഹാരത്തിന് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം കടുത്ത പ്രതിസന്ധിയിലാകും. ഒപ്പം മരുന്ന് കിട്ടാതെ രോഗികൾ ദുരിതത്തിലുമാകും. കോഴിക്കോട് നിന്നും മുനീഫ് തിരൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. വല്ലാത്ത പ്രതിസന്ധിയിലാണ് മെഡിക്കൽ കോളേജിൽ ചെന്നുപെട്ടിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. മരുന്ന് കുറിച്ചാൽ രോഗികൾ നെട്ടോട്ടമായി. ചീട്ടുമായിട്ട് ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നാണ് പൊതുജനങ്ങൾ നമ്മുടെ മൈക്കിന് നേരെ ചോദിച്ചത്. ജനങ്ങളിപ്പോൾ എന്താ ചെയ്യുക, പിന്നെ ബുദ്ധിമുട്ടൂലേ, ജനങ്ങൾക്ക് കഷ്ടപ്പാടിനല്ലാതെ. അതിപ്പോൾ സർക്കാർ നോക്കണ്ടല്ലോ, അത് കൊടുക്കാഞ്ഞപ്പോൾ ഒരു നോക്കേണ്ട സംഗതിയല്ല ഇപ്പോൾ അത്. മരുന്ന് എന്ന് പറഞ്ഞാൽ മരുന്ന് നമുക്ക് ഇപ്പോൾ കിട്ടാത്ത ഭയങ്കര പ്രശ്നം തന്നെയാണ്. സർക്കാർ അതിനൊരു ഇത് കാണണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ദുരിതത്തിലാവുമല്ലോ, ആരോഗ്യവകുപ്പ് അതിൻ്റെ നടപടികൾ സ്വീകരിക്കണം. മരുന്നില്ലേ പിന്നെ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് സാധാരണക്കാരായ രോഗികൾ മറ്റ് വഴിയില്ലാണ്ടാകുമ്പോഴാണ് ഇവിടെ എത്തുന്നത്. പക്ഷെ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട മരുന്നുകൾ എത്തിക്കുക. രോഗികളെ നല്ലോണം ബാധിക്കും, ചെറിയ തോതിലൊന്നുമല്ല. കാരണം എല്ലാവരുടെ അടുത്തൊന്നും പോകുമ്പോൾ പൈസ ഉണ്ടായി നിലവിലല്ലോ. പിന്നെ തന്നെയല്ല, ഇപ്പോൾ മരുന്നിന് ഭയങ്കര വിലയാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാ മരുന്നിനും. രോഗികളെ സംബന്ധിച്ച് എന്തായാലും ഇവിടെ നിന്ന് മരുന്ന് കിട്ടണം. അതിനുള്ള സംവിധാനങ്ങൾ എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും അതിനുള്ളൊരു സംവിധാനം ഈ കേരളത്തിൻ്റെ സർക്കാർ ഉണ്ടാക്കും. ആരോഗ്യവകുപ്പിൽ ഇടപെടും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം.